ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. പല ആൾക്കാരും നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാനൊരു നാർസിസ്റ്റാണോ? ഈ ചോദ്യം ഇപ്പോൾ വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ. പ്രത്യേകിച്ച് കുറച്ച് ലക്ഷണങ്ങൾ, നാർസിസ്റ്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് കാലം നാർസിസ്റ്റിൻ്റെ കൂടെ താമസിക്കുമ്പോൾ ഒരുപാട് ബിഹേവിയർ നമുക്കും ചേഞ്ചസ് ഉണ്ടാവും. പ്രത്യേകിച്ച് അവരുണ്ടാക്കുന്ന വലയത്തിൽ, ട്രോമ ബോണ്ടിങ്, മറ്റ് വലയത്തിലൊക്കെ പെട്ട് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവും. മാത്രവുമല്ല, ചിലതൊക്കെ അവരെ നമ്മൾ മോഡൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ പല സ്വഭാവത്തിലെ പ്രശ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മോട് ഒരു സംശയം തോന്നും, ഞാനും ഒരു നാർസിസ്റ്റ് അല്ലേ, എൻ്റെ ഈ സ്വഭാവം നാർസിസ്റ്റിൻ്റെ അല്ലേ? എന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു നാർസിസ്റ്റ് ലെവലിലേക്ക് എത്തിയിട്ടും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, നാർസിസ്റ്റിന് തിരിച്ചറിവുണ്ടാവില്ല, അവർ നാർസിസ്റ്റാണെന്ന് അംഗീകരിക്കുകയില്ല. മാത്രമല്ല, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമില്ല. ആരെങ്കിലും നാർസിസ്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് കൊളാപ്സാണ്. പിന്നീട് അവർക്ക് നിൽക്കക്കള്ളിയില്ലാണ്ടാവും. അവരത് തെളിയിക്കാൻ വേണ്ടി, ഞാനൊരു നാർസിസ്റ്റ് അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മിക്കവരും നടത്തും. ചിലവരെന്താക്കും, ചിലവർ പിന്നെ മെല്ലെ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യും. അങ്ങനെ പല രീതിയിലും റെസ്പോൺസ് കാണിക്കും. യഥാർത്ഥത്തിൽ അവർ സ്വയം തന്നെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ സ്വഭാവങ്ങൾ മാറ്റാനോ അതിൽ ചേഞ്ചസ് വരുത്താനോ ആത്മാർത്ഥമായി കൗൺസിലിങ്ങോ തെറാപ്പി എടുക്കാനോ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ വിക്ടിമായ ആൾക്കാർ ഞാൻ നാർസിസ്റ്റാണോ എന്ന് ചിന്തിക്കുകയും അങ്ങനെ പറഞ്ഞാൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് വിക്ടിം എന്തുകൊണ്ട് ഞാൻ നാർസിസ്റ്റാണെന്ന് ചിന്തിക്കുന്നു എന്നുള്ളത്. അതിനെപ്പറ്റി നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്, നാർസിസ്റ്റും ഹൂവറിങ് ചെയ്യും, വിക്ടിമും ഹൂവറിങ് ചെയ്യും. നാർസിസ്റ്റ് ഹൂവറിങ് എന്ന് മനസ്സിലായില്ലേ? നാർസിസ്റ്റിൽ നിന്ന് വിക്ടിം പോയി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ ഒരുപാട് ഉടായിപ്പ് തന്ത്രങ്ങൾ മെനയും. ഇതേപോലെ വിക്ടിമും ചെയ്യും. അപ്പോൾ ഇത് രണ്ടാണ്, രണ്ടിനും ഒന്നിനെ പോലെ കാണാൻ പറ്റില്ല. എങ്ങനെ നമുക്ക് നോക്കാം. നാർസിസ്റ്റ് തൻ്റെ വിക്ടിം പോയി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരുന്നത് എന്തിനാണ്? കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തിരിച്ച് തൻ്റെ അധീനതയിലാക്കിയിട്ട് തൻ്റെ ആട്ടും തുപ്പും കേൾക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷേ വിക്ടിം അങ്ങനെയല്ല. വിക്ടിമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, വിക്ടിമിന് നാർസിസ്റ്റിനോട് ട്രോമ ബോണ്ടിങ് ഉണ്ടാവാം, ശക്തമായ സ്നേഹം. അപ്പോൾ ഇവരെ പ്രത്യേകത ഉണ്ടല്ലോ, ഇവർ ചില സമയത്ത് നല്ല സ്നേഹം കാണിക്കും, ചില സമയത്ത് ശക്തമായി കുറ്റപ്പെടുത്തും. സ്നേഹം കാണിച്ച സമയത്ത് വിക്ടിം വല്ലാതെ സന്തോഷപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് വീണ്ടും കിട്ടാൻ ആഗ്രഹിക്കും. അതായത് വിക്ടിമിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. വിക്ടിമിൻ്റെ സന്തോഷവും സങ്കടവും രണ്ടും ആരാണ്? രണ്ടും നാർസിസ്റ്റാണ്. വിക്ടിം സന്തോഷം കണ്ടെത്തുന്നതും നാർസിസ്റ്റിൽ നിന്നാണ്, വിക്ടിം സങ്കടപ്പെടുന്നതും ഇവരെ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നാർസിസ്റ്റ് ഇവരെ ഇട്ടിട്ട് പോകുമ്പോൾ തിരിച്ച് സന്തോഷം കണ്ടെത്തണമെങ്കിൽ ഇവരെ കരവലയത്തിൽ പോയേ തീരും. ഇവർ കാണിക്കുന്ന എല്ലും കഷ്ണം പോലെയുള്ള സ്നേഹം, അങ്ങനെ തന്നെ ഞാൻ പറയാണ്, ആ സ്നേഹം തിരിച്ച് കിട്ടാൻ വേണ്ടി എന്തും ത്യജിക്കും. അങ്ങനെ ഡിസ്കാർഡ് ചെയ്ത നാർസിസ്റ്റിൻ്റെ അടുത്തേക്ക് ഇവർ തിരിച്ചു പോകും. എല്ലാ തരത്തിലും അതിന് ശ്രമിക്കും. മെസ്സേജ് അയക്കും, കാല് പിടിക്കും, കേണപേക്ഷിക്കും, ആൾക്കാരെ കൊണ്ട് ഇടപെടിക്കും. അങ്ങനെ പല 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 രീതിയിലും ഇവർ എന്ത് ചെയ്യും? തിരിച്ചു പോകാൻ ശ്രമിക്കും. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൂവറിങ് തന്നെ പറയാം. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഉണ്ട്. ഒന്ന് അവർ സ്നേഹിച്ചാൽ മതി, ഒന്ന് പരിഗണിച്ചാൽ മതി, ഒന്ന് കൂടെ ചേർത്താൽ മതി, ഒന്ന് വേറൊന്നും വേണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് വിക്ടിം പോകുന്നത്. അതായത് നാർസിസ്റ്റിൻ്റെ ഉദ്ദേശം പോലെയല്ല. നാർസിസ്റ്റിൻ്റെ ഉദ്ദേശം, നീ വാ, നിന്നെ ഞാൻ അടിമയാക്കി വെക്കാം. ഇവരങ്ങനെയല്ല. ഒരിറ്റ് സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആവേശത്തിലാണ് തിരിച്ചു പോകുന്നത്. ഇത് രണ്ടും പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഹൂവറിങ് എന്ന് പറയാം. പക്ഷേ രണ്ടും വ്യത്യാസമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ നാർസിസ്റ്റുമായിട്ട് തുലനം ചെയ്യാൻ പാടില്ല. ഇത് നാർസിസ്റ്റിൻ്റെ ലക്ഷണമല്ല, ഇത് വിക്ടിമിൻ്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, വിക്ടിം ശക്തമായി ഷൗട്ട് ചെയ്യും. നാർസിസ്റ്റിൻ്റെ പല രീതിയിലുള്ള മോശമായ പെരുമാറ്റം കാണിക്കും എപ്പോൾ. അതായത് നാർസിസ്റ്റ് ഇവരെ വല്ലാണ്ട് ശല്യം ചെയ്യുന്നു, മാനിപ്പുലേറ്റ് ചെയ്യുന്നു, ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നു, ബുദ്ധിമുട്ടിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർക്ക് സഹിക്കാൻ പറ്റൂല. അബ്യൂസ് സഹിക്കാൻ പറ്റാത്ത സമയത്ത് ഇവർ പ്രതികരിക്കും. ഈ പ്രതികരിക്കുന്ന സമയത്ത് സ്ഥലകാല ബോധം മറക്കും. അങ്ങനെ മറക്കുന്ന സമയത്ത് ഇതൊക്കെ ആര് റെക്കോർഡ് ചെയ്യും? നാർസിസ്റ്റ് റെക്കോർഡ് ചെയ്യും, നാർസിസ്റ്റിൻ്റെ കൂടെയുള്ളവർ റെക്കോർഡ് ചെയ്യും, എന്നിട്ട് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇവർക്ക് തന്നെ തോന്നും, ഞാനൊരു രോഗിയാണ്, ഞാനൊരു പ്രശ്നക്കാരിയാണ്, ഞാൻ തന്നെയാണ് നാർസിസ്റ്റ്, അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മോശമായി പെരുമാറുന്നത് എന്ന് സ്വയം തെറ്റിദ്ധരിക്കും. യഥാർത്ഥത്തിൽ ഇതൊരു റിഫ്ലക്ഷൻ മാത്രമാണ്. ഇവരുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് കൊണ്ട് പ്രതികരിക്കുന്ന ഒരു പ്രതികരണം മാത്രമാണ്. നമ്മൾ പറയുകയാണെങ്കിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. അതായത് നിങ്ങൾ ആക്രമിക്കാൻ ഒരു കടുവ വന്നു കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾ എന്തും കൊണ്ട്, നിങ്ങളെ കയ്യിലുള്ള എല്ലാം കൊണ്ട് നിങ്ങൾ ആക്രമിക്കും. ചിലപ്പോൾ ആ കടുവയെ കടിക്കാൻ നോക്കും, കുത്താൻ നോക്കും, പലതും നോക്കും. രക്ഷപ്പെടാൻ വേണ്ടി പല മാർഗ്ഗങ്ങളും ഉപയോഗിക്കും. അവിടെ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. എന്നാൽ നിങ്ങളൊരു രോഗിയോ മോശപ്പെട്ട ആളല്ല. നിങ്ങൾ ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെൽഫ്
സെൽഫ് ഡിഫെൻസ് മാത്രമാണ്. ഇത് കാണുന്ന മറ്റുള്ളവർ അല്ലെങ്കിൽ ഇത് മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കുന്നത് ഇവൾക്കാണ് കാര്യമായ പ്രശ്നം അല്ലെങ്കിൽ ഇവനാണ് കാര്യമായ പ്രശ്നം, വിക്ടിം ആരാണോ അവർക്കാണ് പ്രശ്നം എന്ന് തെറ്റിദ്ധരിക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. വിക്ടിമായ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് സ്വാഭാവിക പ്രതികരണം മാത്രമാണ്, അല്ലാതെ നിങ്ങൾ നാസിസ്റ്റ് ആയത് കൊണ്ടല്ല എന്ന് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്മിയർ ക്യാമ്പയിൻ. നമുക്കറിയാം, നാസിസ്റ്റ് ആൾക്കാർ സ്മിയർ ക്യാമ്പയിൻ, അപവാദം പറഞ്ഞു നടക്കും. നമ്മളെപ്പറ്റി ഇല്ലാ കഥകൾ, മോശം കഥകൾ എല്ലാം പറഞ്ഞു നടക്കും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എല്ലായിടത്തും നമ്മൾ മോശക്കാരായിട്ട് മാറും. ഇതേപോലെ വിക്ടിമും ചെയ്യും. പ്രത്യേകിച്ച് വിക്ടിം ഒരുപാട് വർഷം അനുഭവിച്ചവരായിരിക്കും. അങ്ങനെ വിക്ടിമിനെ മനസ്സിലാക്കുന്ന ചില ആൾക്കാർ ചോദിക്കും, നിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടന്നത്? അല്ലെങ്കിൽ ഇവർ തന്നെ അങ്ങോട്ട് പോയിട്ട് പറയും, എക്സ്പ്ലെയിൻ ചെയ്യും. അന്ന് മുതൽ ഇന്ന് വരെ നടന്ന എല്ലാ കാര്യങ്ങളും പറയും. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരും ചിന്തിക്കും, ഞാൻ നടത്തിയത് സ്മിയർ ക്യാമ്പയിനല്ലേ, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ വൈഫിനെ മോശപ്പെടുത്തിയതല്ലേ, ഞാൻ പറയാൻ പാടില്ലായിരുന്നല്ലോ, ഇതൊരു സ്മിയർ ക്യാമ്പയിനല്ലേ, ഇതൊരു അപവാദ പ്രചരണമല്ലേ, എൻ്റെ പാർട്ട്ണറെ പറ്റി ഞാൻ മോശമായി പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ എൻ്റെ ഉപ്പയെപ്പറ്റി ഉമ്മയെപ്പറ്റി മക്കളെപ്പറ്റി ഞാൻ മോശമായി പറഞ്ഞതല്ലേ, അത് പറയാൻ പാടില്ലായിരുന്നല്ലോ എന്ന് ചിന്തിക്കും. യഥാർത്ഥത്തിൽ ഇതും നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്വാഭാവിക പ്രതികരണം മാത്രമാണ്. നമ്മളുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ, വിഷമം, സങ്കടമൊക്കെ നമ്മൾ ആരോടെങ്കിലും ഷെയർ ചെയ്യുന്നത് ഒരിക്കലും സ്മിയർ ക്യാമ്പയിനിൽ പെടുന്നതല്ല. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മനസ്സിലെ പ്രശ്നങ്ങൾ ലഘൂകരിക്കുക, ഇവരുടെ സഹായം തേടി ഈ ബന്ധം മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ ബൗണ്ടറി സെറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഉദ്ദേശമാണ്. പക്ഷേ ഇവരുടെ ഉദ്ദേശം അങ്ങനെയല്ല. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ മോശപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്കൊരിക്കലും വിക്ടിമിനൊരിക്കലും മോശപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമായിരിക്കില്ല ഉണ്ടാവുക. പക്ഷേ നാസിസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ മോശപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നാസിസ്റ്റ് സ്മിയർ ക്യാമ്പയിൻ നടത്തുന്ന സമയത്ത് നല്ല രീതിയിലും നല്ല ക്വാളിറ്റിയൊക്കെ പറഞ്ഞിട്ടും നമ്മളെ കുറ്റം പറയും. അങ്ങനെയുണ്ട്. അതായത് നമ്മളെപ്പറ്റി അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് നല്ലതാണ് എന്നിട്ട് മോശം പറയും. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ യാഥാർത്ഥ്യം പറയാൻ ശ്രമിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം പറയാൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തിയുടെ മോശങ്ങളും നമ്മൾ പറയും. അപ്പോൾ അതാണ് നമ്മൾ സ്മിയർ ക്യാമ്പയിനായിട്ട് തെറ്റിദ്ധരിക്കുന്നത്. അതൊരിക്കലും അപവാദ പ്രചരണമല്ല, അത് സാധാരണ കാണിക്കുന്ന റിഫ്ലക്ഷൻ മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് തെറ്റിദ്ധരിക്കുന്ന ഒന്നാണ് ബൗണ്ടറി സെറ്റിംഗ്. നമ്മൾ ഇവരെ ബൗണ്ടറി സെറ്റ് ചെയ്യും. ആരെ? നാസിസ്റ്റിനെ. ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായി നടക്കുന്നത് സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. അതേപോലെ ഗ്രേ റോക്ക് മെത്തേഡ് ചെയ്യുന്ന സമയത്തും സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് നടക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളിങ്ങനെ ചിന്തിക്കും, അയാൾ ചെയ്യുന്നതും മിണ്ടാതിരിക്കലാണ്, ഞാൻ ചെയ്യുന്നതും മിണ്ടാതിരിക്കലാണ്, രണ്ടും സെയിം അല്ലേ? അല്ല. അയാൾ അല്ലെങ്കിൽ അവൾ ആരാണോ നാസിസ്റ്റ്, അവർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ എക്സ്പേർട്ടിൻ്റെ അഭിപ്രായം പരിഗണിച്ച് അല്ലെങ്കിൽ ഈ വിഷയത്തെപ്പറ്റി പഠിച്ചിട്ട് നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അവരെ ഉപദ്രവിക്കുക, ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതിനപ്പുറം നമ്മുടെ സേഫ്റ്റി, നമുക്കിനി ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഒഴിവാക്കുക, അയാളെ കൊണ്ട് അല്ലെങ്കിൽ അവളെ കൊണ്ടുള്ള ശല്യം ഒഴിവാക്കുക, നല്ല രീതിയിൽ സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, അതായത് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത്. ഇതിനെ വിക്ടിം പലപ്പോഴും തെറ്റിദ്ധരിക്കും. യഥാർത്ഥത്തിൽ ഇത് നാസിസ്റ്റിൻ്റെ ഉദ്ദേശശുദ്ധിയായിട്ട് പരിഗണിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് മോശമായി ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇതും വിക്ടിമിൻ്റെ ലക്ഷണമാണ്, നാസിസ്റ്റിൻ്റെ ലക്ഷണമല്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രവേഴ്സി വരാൻ സാധ്യതയുള്ള ഒരു ലക്ഷണമാണ് പറയാൻ പോകുന്നത്. നമ്മൾ നാസിസ്റ്റിൻ്റെ വിക്ടിമായി കഴിയുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ഇത് സഹിക്കാൻ പറ്റാത്ത സമയത്ത് നമ്മൾ നമ്മുടെ ഇമോഷണൽ അവസ്ഥകളൊക്കെ ആരോടെങ്കിലും ഷെയർ ചെയ്യും. ഈ ഷെയർ ചെയ്യുന്നത് ചിലപ്പോൾ ഓപ്പോസിറ്റ് ജെൻഡറിനോടായിരിക്കും. ഒരാണ് പെണ്ണിനോടോ പെണ്ണാണിനോടോ ഷെയർ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാം. അങ്ങനെ അവർ തമ്മിലുള്ള ബന്ധം കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളും ചിന്തിക്കും, അതായത് നാസിസ്റ്റും എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പോകുന്നുണ്ട്, നമ്മളും പോകുന്നുണ്ട്. ഇവിടെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നാസിസ്റ്റ് പോകുന്നത് സുഖം തേടിയിട്ടാണ്. മാത്രവുമല്ല അവരെ പാർട്ട്ണറിൽ നിന്ന് സന്തോഷവും സുഖം കിട്ടിയാൽ പോലും അവർ പോകും. അതായത് ഇന്ന് പാർട്ട്ണറോട് നല്ല രീതിയിൽ പെരുമാറിയിട്ട് തൊട്ടടുത്ത നിമിഷം അവർ വേറെ ആൾ തേടി പോകും. പക്ഷേ വിക്ടിം അങ്ങനെയല്ല. വിക്ടിമിന് അങ്ങനെ സെക്സ് എന്നുള്ള ഉദ്ദേശമൊന്നുമല്ല. വിക്ടിമിന് ഇമോഷണൽ സപ്പോർട്ട്, അവരെ മനസ്സിലാക്കുന്ന കേൾക്കുന്ന ഒരാളോട് കൂടുതൽ സമയം ചെലവഴിക്കാനും അവരോട് ഇടപെടാനും സാധ്യതയുണ്ട്. പക്ഷേ ചില ഘട്ടത്തിലൊക്കെ ഇത് ബൗണ്ടറി താണ്ടി അപ്പുറത്തേക്ക് പോകാറുണ്ട്. പോകുന്നത് നല്ലതല്ല, ഒരിക്കലും നല്ലതല്ല. ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ വിക്ടിം ചിന്തിക്കുന്നത് അയാളും എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അയാളും മറ്റുള്ളവരെ ബന്ധപ്പെടുന്നുണ്ട്, ഞാനും ബന്ധപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവളും ബന്ധപ്പെടുന്നുണ്ട്, ഞാനും ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ സെയിം അല്ലേ? സെയിം അല്ല. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് ഫ്രീ ആക്കാനാണ്. പക്ഷെ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർ പ്ലഷർ, സന്തോഷം, ആനന്ദം തേടി പോകുന്നതാണ്. അതായത് ഒരു പൂവിൽ നിന്ന് നുകർന്ന് അടുത്ത പൂവിലേക്ക് പോകുന്ന അവസ്ഥ. നമ്മളങ്ങനെയല്ല. നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരു സപ്പോർട്ടില്ല, നമ്മളെ മനസ്സിലാക്കാൻ ആരുമില്ല. അപ്പോൾ നമ്മളെ കേൾക്കുന്ന ഒരാളോട് ഷെയർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകണം. എന്നാൽ ഒരിക്കലും ഇതൊരു നല്ലതല്ല കേട്ടോ. നമുക്ക് സോഷ്യൽ സപ്പോർട്ട് ഉണ്ടാകുന്ന സമയത്ത് ഓപ്പോസിറ്റ് ജെൻഡറിൽ ഇങ്ങനെ കേൾക്കുന്ന സാഹചര്യത്തിൽ അത് ഡീവിയേറ്റ് ചെയ്യാനും മിസ്യൂസ് ചെയ്യാനും മോശമായ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യില്ല, സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ ഞാൻ പറയാണ്, ഇതൊരു വിക്ടിമിൻ്റെ ലക്ഷണമാണ്. പലപ്പോഴും വിക്ടിം ചിന്തിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞാനും നാസിസ്റ്റ് അല്ലേ എന്നുള്ളത്.
ഞാൻ ഈ പറയുന്ന അഞ്ചാമത്തെ പോയിന്റിനെ ഒരിക്കലും ന്യായീകരിച്ചല്ല. അങ്ങനെയുള്ള സാഹചര്യം വരാതെ നോക്കണം. നമ്മൾ ഇമോഷണൽ ബൗണ്ടറി മറ്റൊരാളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് ചൂഷണം ചെയ്യാൻ ഒരുപാട് പേര് ചുറ്റിനുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അതിൽ നിന്ന്, ഇയാളിൽ നിന്ന് രക്ഷപ്പെട്ട് അയാളിലേക്ക് പോകുമ്പോൾ അതിനേക്കാളും വലിയ അവസ്ഥയിലേക്കായിരിക്കും എത്തുക. അല്ലെങ്കിൽ ഇവളിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരാളിലേക്ക് പോകുമ്പോൾ കിണറ്റിൽ നിന്ന് കുളത്തിലേക്ക് ചാടുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. മാത്രവുമല്ല പിന്നീട് ഒരിക്കലും കര കയറാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് ലീഗൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഫാമിലി കൂടെയുള്ളവരൊക്കെ കുറച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഒരു ഇല്ലീഗൽ, ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലാണെങ്കിൽ ഒരാളെ സപ്പോർട്ട് ഉണ്ടാവില്ല, എല്ലാവരും നിങ്ങൾക്കെതിരെ തിരിയുകയും ചെയ്യും. മാത്രവുമല്ല നിങ്ങൾ തെറ്റുകാരിയായി അല്ലെങ്കിൽ തെറ്റുകാരനായി ചിത്രീകരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെ പോവരുത്, ശ്രദ്ധിക്കുക. ചുരുക്കി പറയട്ടെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിക്ടിമിനും നാർസിസ്റ്റിനും ഏകദേശം ഒരുപോലെ ഉണ്ടാവും പ്രത്യക്ഷത്തിൽ. പക്ഷെ നമ്മൾ ആഴത്തിൽ നോക്കുമ്പോൾ രണ്ടാളുടെ ഉദ്ദേശശുദ്ധി രണ്ട് തരമായിരിക്കും. നാർസിസ്റ്റിൻ്റെത് ആധിപത്യ കൺട്രോൾ മനോഭാവമായിരിക്കും. പക്ഷേ വിക്ടിമിൻ്റെ നിസ്സഹായ അവസ്ഥയായിരിക്കും. അവരുടെ ഗതികേട് കൊണ്ടായിരിക്കും ഈ അവസ്ഥയിലേക്കൊക്കെ അവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടായിട്ട് തന്നെ കാണണം. രണ്ടും ഒന്നായിട്ട് കണ്ടിട്ട് നിങ്ങളൊരു നാർസിസ്റ്റായിട്ട് വിലയിരുത്തുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇനി പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ വിക്ടിമാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്പർ മുകളിൽ കാണുന്നതാണ്. വീണ്ടും കാണാം. നന്ദി.